മുഖ്യമന്ത്രി എന്നത് ഒരു സന്ദേശമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതം ജനങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കണം. ഇതൊക്കെ പണ്ട് പറഞ്ഞ് കേട്ടതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും വി ഡി സതീശൻ പറയുന്നു, തനിക്ക് പുതിയ കാർ വേണ്ട, അനേകം വാഹനങ്ങളുടെ അകമ്പടി വേണ്ട, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. അപ്പോൾ താൻ വേണ്ടേ ആദ്യമായി ചെലവ് ചുരുക്കാൻ, താൻ വേണ്ടേ ആദ്യമായി എല്ലാത്തിലും ഇടപെടാൻ. താൻ ഒരു കാർ വാങ്ങിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, എനിക്കറിയാം. പക്ഷേ അതും ഒരു മാതൃകയാണ്. ഞാൻ 40 വാഹനങ്ങളുടെ അകമ്പടിയോടെ പോകുമ്പോൾ ജനങ്ങൾ എന്നെ നോക്കി ചിരിക്കുമായിരിക്കാം. പക്ഷേ ആ ചിരി ബഹുമാനം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഉള്ള ചിരിയല്ല, പരിഹാസം കൊണ്ടുള്ള ചിരിയാണ്, അല്ലെങ്കിൽ തന്നോടുള്ള നീരസം കൊണ്ടുള്ള ചിരിയാണ്. ജനങ്ങളെ വഴിതടഞ്ഞ് മണിക്കൂറുകൾ വഴിയിൽ കിടത്തി ബുദ്ധിമുട്ടിച്ച് ഒരു യാത്രയ്ക്കും താനില്ല. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇതൊക്കെ പറയുന്നു. ശരിക്കും ഇതല്ലേ ഒരു പൊതുപ്രവർത്തകൻ വേണ്ടത്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത്? താൻ കഴിഞ്ഞ് ആരുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, തന്നെ എല്ലാവരും തൊഴുത് നമസ്കരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പുതിയ മുഖ്യമന്ത്രി എന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ, പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കണം. അത് വി ഡി സതീശന് നന്നായിട്ടറിയാം. നമ്മൾ വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്താഗതികളോട് ഒക്കെ തന്നെ ചിലപ്പോൾ വിയോജിപ്പുണ്ടാകും. പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ്. അത് സമ്പൂർണ്ണമായി അംഗീകരിക്കേണ്ടത് നമ്മളാണ്, കേരളത്തിലെ ജനങ്ങളാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കേരളം ഇനി അനുഭവിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ട നടപടികൾക്ക് അദ്ദേഹത്തെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം AK ആന്റണി പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ജനങ്ങൾ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കണം. രാഷ്ട്രീയം മറന്ന്, മറ്റ് ഭിന്നതകൾ മറന്ന്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക്, നമുക്ക് വേണ്ടി ഒരു പുതിയ മുഖ്യമന്ത്രി, ഒരു പുതിയ സംസ്കാരം, ഒരു പുതിയ ഭരണ രീതി ഒക്കെ തന്നെ കൊണ്ടുവന്ന് കേരളത്തെ കരകയറ്റാൻ രാഷ്ട്രീയം മറന്ന് നമ്മൾ തീർച്ചയായിട്ടും പുതിയ മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കേണ്ടത് തന്നെയാണ്. അതുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ജനങ്ങൾ ഒപ്പമുണ്ടാകണം. ഞാൻ ധൂർത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ല, എനിക്ക് സ്വജനപക്ഷപാതമില്ല, എനിക്ക് ധൂർത്തില്ല, എനിക്ക് അനാവശ്യ ചെലവുകളില്ല, എൻ്റെത് കറുത്ത കാറായിരിക്കില്ല, വെളുത്ത കാർ തന്നെയായിരിക്കും. അവൈലബിളായ കിട്ടുന്ന കാർ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക്. തീർച്ചയായിട്ടും എനിക്ക് മറ്റ് ആഡംബരങ്ങളോ എന്നെ ചുറ്റിപ്പറ്റിയുള്ള പരിചാരക വൃന്ദങ്ങളോ നിരവധി ഉണ്ടായിരിക്കില്ല. കൃത്യമായി അതിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ചെലവ് ചുരുക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയിലൂടെ വി ഡി സതീശൻ സഞ്ചരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമായ കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുക തന്നെ വേണം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി, നാടിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിന്ന്, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായി തിരുത്തി മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ വാക്കുകൾ തന്നെ കഴിഞ്ഞ ദിവസം ജനങ്ങൾക്കും ഒക്കെ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ധൂർത്തിനെ പറ്റി, കാറിനെ പറ്റി, വലിയ എസ്കോട്ടുകളെ പറ്റി ഒക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചത്. എനിക്ക് സാധാരണഗതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ വാഹനവും ഒരു എസ്കോട്ട് വാഹനവും മാത്രമേ ഉണ്ടാകൂ എന്നാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് അഭിനന്ദിക്കുന്നു, അംഗീകരിക്കുന്നു. നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ, ജനങ്ങൾക്കൊപ്പം നിന്ന് നല്ല രീതിയിൽ ഭരിക്കാൻ, മുന്നണി സംവിധാനങ്ങളെയൊക്കെ ഒത്തൊരുമയിലൂടെ കൊണ്ടുപോയി കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമകരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും നന്മകൾ എത്തിക്കാൻ, ഗുണങ്ങൾ എത്തിക്കാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ വി ഡി സതീശന് കഴിയട്ടെ എന്നുകൂടി നമ്മൾ ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ മുഖവിലക്കെടുക്കുന്നു, അംഗീകരിക്കുന്നു. മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് കൂടുതൽ ശക്തി പകരാൻ ജനങ്ങൾ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും കേരള ജനത, മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. പുതിയ മുന്നണി സംവിധാനത്തിനും പുതിയ മന്ത്രിസഭയ്ക്കും ഒക്കെ തന്നെ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇതൊക്കെ തന്നെ സംസാരിക്കുന്നത്. അതൊക്കെ തന്നെ നൽകാനുള്ള ബാധ്യതയും നമുക്കുണ്ട്.